ഗ്ലോക്കോമ അവയർനെസ് വീക്ക് ലോകമെമ്പാടും എല്ലാ വർഷവും മാർച്ച് 2nd വീക്കാണ് നമ്മൾ കൊണ്ടാടുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു വാരം ഗ്ലോക്കോമ അവയർനെസ് വീക്കിനായിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ, ഗ്ലോക്കോമയെ കുറിച്ചുള്ള അവയർനെസ് കൂട്ടുക, ജനറൽ പബ്ലിക്കിനുള്ളിൽ അവയർനെസ് കൂട്ടുക. എസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൂട്ടിയാൽ മാത്രമേ ഏർലി ഡിറ്റക്ഷൻ നടക്കുകയുള്ളൂ. ഏർലി ഡിറ്റക്ഷൻ വഴി ഗ്ലോക്കോമ ഉണ്ടാക്കുന്ന ബ്ലൈൻഡ്നെസ് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗ്ലോക്കോമ ഡിസീസ് അല്ല കൺട്രോൾ ആകുന്നത്, ഗ്ലോക്കോമയും കൊണ്ടുണ്ടാകുന്ന ബ്ലൈൻഡ്നെസ് ആണ് കൺട്രോൾ ആകുന്നത്. വേൾഡ് ഗ്ലോക്കോമ അസോസിയേഷൻ 2026 തീമായിട്ട് വെച്ചേക്കുന്നത് യുണൈറ്റിംഗ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ് എന്നാണ്. പേഷ്യൻസിന്റെയും നേത്രരോഗ വിദഗ്ധരുടെയും ഐ ഹോസ്പിറ്റൽസിന്റെയും ഒരു ഗ്ലോബൽ കൊളാബറേഷനിലൂടെ ഗ്ലോക്കോമ അവയർനെസ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം. ഗ്ലോക്കോമ എന്താണ്? കണ്ണിന്റെ പ്രഷർ ക്രമാതീതമായി കൂടുമ്പോൾ കണ്ണിലെ വിഷ്വൽ സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തിക്കുന്ന മെയിൻ പ്രഷർ ഞരമ്പ് അഥവാ ഒപ്റ്റിക് നെർവിന് ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. നോർമൽ ഇൻട്രാഓക്കുലർ പ്രഷർ എന്നത് 10 തൊട്ട് 21 വരെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഗ്ലോക്കോമ പേഷ്യൻസിൽ ഇത് വളരെയധികം കൂടുകയും അതിൽ നിന്നുണ്ടാകുന്ന ഡാമേജ് സൈഡ് വിഷൻ, അതായത് പെരിഫറൽ വിഷനെ ബാധിക്കുകയും ചെയ്യുന്നു. അഡ്വാൻസ്ഡ് സ്റ്റേജുകളിൽ ഈ പെരിഫറൽ വിഷൻ വളരെയധികം കുറയുകയും പേഷ്യൻസ് ടണൽ വിഷനിലൂടെ കാണുന്നത് പോലെ ആകുന്ന ഒരു അവസ്ഥയുമാണ് വരാൻ സാധ്യതയുള്ളത്. ആർക്കൊക്കെ ഗ്ലോക്കോമ വരാം? എല്ലാവർക്കും ഗ്ലോക്കോമ വരാം. എന്നാലും ഏറ്റവും കൂടുതൽ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ള, അതായത് റിസ്ക് കാറ്റഗറൈസേഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഒരു 40 വയസ്സിന് മേളിലുള്ളവർക്ക്, ഫാമിലിയിൽ രക്തബന്ധം ഉള്ളവരിൽ, ഗ്ലോക്കോമ ഡയഗ്നോസ്ഡ് ആയവരിൽ, അതിൽ തന്നെ ബ്ലൈൻഡ്നെസ് ഉള്ളവര്, സിസ്റ്റമിക് ഡിസീസസ് ആയ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ പേഷ്യൻസ്, ഹൈ മൈനസ് പവർ ഉള്ള പേഷ്യൻസ്, വേറെ എന്തെങ്കിലും രോഗാവസ്ഥയ്ക്കായിട്ട് സ്റ്റിറോയിഡ്സ് കഴിക്കുന്നവര്, പിന്നെ പല ഐ സർജറീസ് നടന്നിട്ടുള്ളവർ, ഞരമ്പിന്റെ സർജറി, മൾട്ടിപ്പിൾ റെറ്റിനൽ സർജറീസ് അതൊക്കെ നടന്നിട്ടുള്ളവരിൽ, അഥവാ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ട്രോമ, ഐയിലേക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി നടന്നിട്ടുള്ളവർ, ഇവർക്കൊക്കെയാണ് മെയിനായിട്ട് റിസ്ക് കൂടുതൽ ഗ്ലോക്കോമ വരാൻ. എന്നാലും എല്ലാവർക്കും ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും വർഷത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗ്ലോക്കോമ തന്നെ പലതരമുണ്ട്. വളരെ ബ്രോഡായിട്ട് പറഞ്ഞാൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ക്ലോസ് ആംഗിൾ ഗ്ലോക്കോമയാണ് ഏറ്റവും കോമൺ വെറൈറ്റീസ്. കണ്ണിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്ലൂയിഡ് ആക്വസ് ഹ്യൂമർ, അത് ഫ്ലോ ചെയ്യുന്ന ആന്റിരിയർ ചേംബർ ആംഗിളിൽ ഒരു നാരോയിങ് ഉണ്ടാകുമ്പോഴാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയപ്പെടുന്നത്. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ ഒരു ലേസർ മുഖേന, പെരിഫറൽ ഐറിഡോട്ടമി എന്ന് പറയപ്പെടുന്ന ലേസർ മുഖേന ഈ ബ്ലോക്ക് മാറ്റിയിട്ട് ആന്റി ഗ്ലോക്കോമ മെഡിസിൻസ്, ഡ്രോപ്സ് ഒഴിക്കുമ്പോഴാണ് അത് കൺട്രോൾ ആവുകയുള്ളൂ. അതേസമയം ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് വെച്ച് മാത്രം തന്നെ ഒരു പരിധി വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനിഷ്യൽ സ്റ്റേജസിൽ ഒരു തുള്ളി മരുന്നായിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. ആ ഒരു ഡ്രോപ്പിൽ 1-2 മാസം ഒബ്സർവ് ചെയ്തിട്ട് വേണ്ടത്ര കൺട്രോൾ വരുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിനെ സ്റ്റെപ്പ് ചെയ്ത് 3-4 ഡ്രോപ്പുകൾ ആക്കുകയും അതിലും കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സർജിക്കൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഗ്ലോക്കോമയുടെ മെഡിസിൻസ് ആകട്ടെ, സർജറീസ് ആകട്ടെ, നെർവിനുണ്ടായ ഡാമേജിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഡിസീസ് പ്രോഗ്രഷനെയാണ് ഇത് തടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ്നെസ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഗ്ലോക്കോമയുടെ ഒരു ഡയഗ്നോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ലൈഫ് ലോങ് മരുന്ന് ഉപയോഗിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെന്റ് രീതികളും ഫോളോ അപ്പ് പ്രോട്ടോക്കോളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പ്രഷർ കൺട്രോൾ ആകുന്നതുകൊണ്ട് മാത്രം ഗ്ലോക്കോമയുടെ ഡിസീസ് കൺട്രോൾ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മെഡിസിൻസ് ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഗ്ലോക്കോമ പ്രോഗ്രസ് ആവുകയില്ല എന്നുമില്ല. ഒരു മെഡിസിനിൽ 40 വയസ്സിൽ ഗ്ലോക്കോമ കണ്ടുപിടിച്ച ഒരാൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു മെഡിസിനിൽ ഗ്ലോക്കോമ കൺട്രോൾ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രഷർ ഡ്രോപ്സിന്റെ മെഡിസിൻ ഡോസേജ് കൂട്ടുകയും ടാർഗറ്റ് ഇൻട്രാഓക്കുലർ പ്രഷർ, അതായത് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നെർവിന്റെ ഡാമേജ് പ്രോഗ്രസ് ആകാത്ത അളവിലേക്ക് കൊണ്ടുവരിക.
അതാണ് ട്രീറ്റ്മെന്റും കൊണ്ടുള്ള ഉദ്ദേശം. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയിട്ട് ജീവിതകാലം മുഴുവൻ പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തരുന്ന മെഡിക്കേഷൻ വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ഉപയോഗിക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ഫോളോ പ്രോട്ടോകോളും ട്രീറ്റ്മെന്റ് രീതികളും ഫോളോ ചെയ്താൽ ഗ്ലോക്കോമ ഒരു പേടിപ്പിക്കുന്ന കാര്യമേ അല്ല. ഓരോ മെഡിസിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും. രാത്രി ഒരു നേരം, അല്ലെങ്കിൽ രാവിലെ ഒരു തവണ, രാത്രി ഒരു തവണ എന്നിങ്ങനെ ഡോക്ടർ പറയുന്ന സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാം. പ്രഷർ കൺട്രോൾ ആയതുകൊണ്ട് മാത്രം ഡിസീസ് കൺട്രോൾ ആയി എന്നർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോക്കോമയുടെ ഈ ഫോളോ പ്രോട്ടോകോൾ ഒരു 6 മന്ത്ലി അല്ലെങ്കിൽ 1 ഇയർലി പ്രഷർ ചെക്കപ്സ്, അതോടുകൂടി സ്കാൻസ്. ഗ്ലോക്കോമ സ്കാൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 തരമാണുള്ളത്: സെൻട്രൽ കോർണിയൽ തിക്നെസ്, ഒപ്റ്റിക്കൽ കൊഹീറൻസ് ടോമോഗ്രഫി, വിഷ്വൽ ഫീൽഡ് ടെസ്റ്റിംഗ്. ഈ സ്കാനുകളിലൂടെ മാത്രമേ ഗ്ലോക്കോമയുടെ പ്രോഗ്രഷൻ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള എല്ലാവരും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ കണ്ണുകൾ ചെക്ക് ചെയ്യാം. സോ ദിസ് ഗ്ലോക്കോമ അവയർനെസ് വീക്ക്, ലെറ്റ്സ് യുണൈറ്റ് ഇൻ അവർ ഫൈറ്റ് അഗൈൻസ്റ്റ് ഗ്ലോക്കോമ.